48 മണിക്കൂറിനകം ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന ട്രംപിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെ കുതിച്ചുയർന്ന ക്രൂഡ് ഓയിൽ വില. നാറ്റോ സഖ്യത്തിന് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ കഴിയുമെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ. ഹോർമൂസ് അടച്ചിട്ടില്ലെന്നും ശത്രുരാജ്യങ്ങൾക്ക് മാത്രമാണ് നിയന്ത്രണമെന്നും ഇറാൻ പറയുന്നുണ്ട്. വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇറാന് നൽകിയിരിക്കുന്ന ഒരു അന്ത്യശാസനത്തിന്റെ സമയം 48 മണിക്കൂർ എന്ന സമയപരിധി അവസാനിക്കാൻ ഇനി 24 മണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ. പക്ഷേ ലോകമെമ്പാടും നിക്ഷേപകർ ആശങ്കയിലാണ്. ഓഹരി വിപണികൾ താഴുന്നു, ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്നു. ഈ സംഘർഷത്തിന് മുമ്പ് $72 പെർ ബാരലാണെങ്കിൽ ഇപ്പോൾ അത് 114 എത്തിയിരിക്കുന്നു. ഇനിയും കൂടാമെന്ന് ഗോൾഡ്മാൻ സാക്സ് പോലെയുള്ള ഏജൻസികൾ പറയുന്നു. ഈ ഹോർമൂസ് തുറക്കുക എന്നതിലേക്കുള്ള ഒരു ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ ഉന്മേഷ്. ക്രിസ്റ്റീന, ഇറാൻ മരിച്ചുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയോടുകൂടിയാണ് ഇന്നത്തെ വാർത്താ പ്രഭാതം അമേരിക്കയിൽ തുടങ്ങിയത്. അതോടുകൂടി ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോർവിളികൾക്ക് ശക്തി കൂടുകയും ചെയ്തു. ഈ ഇറാന്റെ പതനത്തോടെ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, രാജ്യത്തിനകത്താണ്. അതായത് ഡെമോക്രാറ്റിക് പാർട്ടിയെ വെച്ചായിരുന്നു ട്രംപിന്റെ പരാമർശം. പക്ഷേ ഈ ഹോർമൂസ് കടലിടുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് തുറക്കുവാൻ നാറ്റോ സഖ്യത്തിന് കഴിയുമെന്ന് സെക്രട്ടറി ജനറൽ മാർക്കോ റൂട്ടോയുടെ പ്രസ്താവനയാണ് ഈ മണിക്കൂറിൽ വരുന്ന പ്രധാന വാർത്ത. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നാറ്റോയ്ക്കെതിരെ നമുക്കറിയാം വളരെ അതിരൂക്ഷമായ വിമർശനങ്ങളും അതുപോലെ പരിഹാസവും ഒരു ഘട്ടത്തിൽ കടലാസ് പുലിയാണ് നാറ്റോ എന്ന് വരെ വിമർശിച്ചായിരുന്നു. അതിനുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ മാർക്ക് റൂട്ടെ നൽകിയിരിക്കുന്നത്. സഖ്യരാജ്യങ്ങളൊക്കെ ഒത്തുചേർന്ന് ഹോർമൂസ് കടലെടുക്ക് തുറക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഓരോ രാജ്യത്തിനും കൃത്യമായ ഒരു തയ്യാറെടുപ്പിന് അതിൻ്റെതായ ഒരു സമയമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഒരു ചെറിയ ഒരു ഡിലേ വന്നതെന്നാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത്. സഖ്യരാജ്യങ്ങൾ ഒത്തുചേർന്ന് ഇത് തുറക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നേറ്റോയുടെ സൈനിക ശേഷിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അതുപോലെ ഈ മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കുവാൻ സഖ്യത്തിന് കഴിയുമെന്നാണ് മാർക്ക് റൂട്ടോ പറയുന്നത്. അതേസമയം ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 150-ലധികം പേർക്ക് പരിക്കേറ്റെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഈ തെക്കൻ ഇസ്രായേലിൽ നമുക്കറിയാം ആക്രമണത്തിൽ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടിരുന്നു. അത് പരാജയപ്പെട്ടതായിട്ട് ഇസ്രായേലിന്റെ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് 90% മിസൈലുകളൊക്കെ തകർക്കാറുണ്ടെങ്കിലും ഇത്തവണ തൊടുത്തുവിട്ട ഇന്റർസെപ്റ്റുകളിൽ ഏതാണ്ട് ചിലതിന് ലക്ഷ്യം കാണാനായില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ തർക്കം മുറുകിയതോടെ നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ആഗോള എണ്ണ വിപണിയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. ആഗോള ബെഞ്ച് മാർക്കായ ബ്രെന്റ് ക്രൂഡ് 1.69% വർദ്ധിച്ച് ബാരലിന് $114 മുകളിൽ എത്തിയിരിക്കുകയാണ്. അതുപോലെ US ക്രൂഡ് വില 2% ഉയർന്ന് $100 എത്തി നിൽക്കുന്നു. അതേസമയം ഈ അമേരിക്ക ചില കർശന മുന്നറിയിപ്പുകൾ അമേരിക്കൻ പൗരന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇറാൻ യാത്ര ഒഴിവാക്കണം, ഇറാനിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അമേരിക്കക്കാർ ഇറാനിലുണ്ടെങ്കിൽ അവർ ഇറാൻ വിട്ട് ഉടൻ പോകണമെന്നും അല്ലെങ്കിൽ തടങ്കലിലാക്കപ്പെടുവാനുള്ള സാധ്യത അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണിയുമൊക്കെ ഉണ്ടായേക്കാം എന്നുള്ളൊരു കണക്കിലെടുത്താണ് ഇത്തരം ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അതേസമയം ഈ ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളിൽ ആശങ്ക അറിയിച്ച് മുൻ ഇറാൻ രാജകുമാരൻ റസ പഹൽവി തന്നെ വന്നിരിക്കുകയാണ്. ഇറാന്റെയും ഭരണകൂടത്തെയും അടിച്ചമർത്താൻ അപ്പോൾ ഈ സംവിധാനങ്ങൾ തകർക്കുന്നതിനെ പിന്തുണയ്ക്കാൻ പാടില്ല. സാധാരണക്കാരുടെ സ്വത്തുക്കളും അതുപോലെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറും സംരക്ഷിക്കണമെന്ന് അദ്ദേഹം അമേരിക്കയോടും ഇസ്രായേലിനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഉന്മേഷ്, ക്രിസ്റ്റീന. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.